ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് റിലീസ് ആയിട്ടുള്ള കാട്ടാളൻ എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയാണ്. അറിയാലോ, കുറേ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ ഒരു മൂവിയുടെ പിന്നിലുള്ള ഒരുപാട് ആൾക്കാർ. എന്തായാലും അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. മൂവിയുടെ തുടക്കം തന്നെ ആനക്കൊല്ലി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ആനയുടെ ശല്യം ഒരുപാട് കൂടിയതുകൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകാണ്. ഒരുപാട് പേരെ ആന വന്ന് കുത്തിക്കൊല്ലാനായിട്ട് തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ജീവിക്കാൻ പറ്റാതെ 100 ചില്ലാനം പേര് അവിടെ നിന്ന് താമസം മാറി പോകാണ്. 8 പേര് മാത്രമേ ഇനി അവിടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഇതുകൊണ്ട് തന്നെ മാരി എന്ന് പറഞ്ഞ ഒരു വേട്ടക്കാരനെ പോയി കണ്ട് ആ ഒരു ആനയെ തകർക്കാനായി അവർ ആവശ്യപ്പെടുന്നുണ്ട്. മാരി അതിന് ആദ്യം സമ്മതിക്കുന്നില്ലെങ്കിലും പിന്നീട് അവന്റെ ഉദ്ദേശം മാറ്റിക്കൊണ്ട് അതിന് സമ്മതിക്കാണ്. അവന്റെ ഉദ്ദേശം ആ ഒരു കാട് പിടിച്ചടക്കുക എന്ന് മാത്രമായിരുന്നു. ആനനെ കൊന്നുകളയുക മാത്രമല്ല, ആനക്കൊമ്പെടുക്കുക എന്നതാണ് അവന്റെ പ്രധാന ഉദ്ദേശം. അങ്ങനെ അവന്റെ ഇടങ്കയും വലങ്കയും ആയിട്ടുള്ള ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് അവൻ ആനക്കൊല്ലിയിൽ എത്തുന്നുണ്ട്. മതമിളകി വന്ന ആനയെ 3 പേരും കൂടി പിടിച്ചു കൊന്ന് ആനക്കൊമ്പ് എടുക്കുന്നുണ്ട്. പിന്നീട് ആ ഒരു കാട് അവൻ പിടിച്ചടക്കാണ് അവിടുത്തെ ആൾക്കാരെയും. അലി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറെ കാണിക്കുന്നുണ്ട്. ഈ ആനകളെ വേട്ടയാടാൻ വേണ്ടിയിട്ട് ഒരുപാട് വേട്ടക്കാരെ മാരി ആ ഒരു ആനക്കൊല്ലിയിൽ ഇറക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ വന്ന ഒരാൾ തന്നെയായിരുന്നു ഈ ഒരു അലിയും. ആ വേട്ടക്കാര് ഒറ്റക്കല്ല ആനക്കൊല്ലിയിലേക്ക് വന്നിരിക്കുന്നത്, അവരുടെ ഫാമിലിയും കൂടിയാണ്. അതായത് മാരിയുടെ ഉദ്ദേശം ഈ വേട്ടക്കാര് ഒരിക്കലും ഈ ഒരു കാട് വിട്ട് പുറത്തു പോകരുത് എന്നത് മാത്രമായിരുന്നു. പിന്നീട് ആ ഒരു വേട്ടക്കാരെല്ലാവരും ചേർന്ന് ആനകളെ പിടിച്ച് ആനക്കൊമ്പ് എടുക്കാനായിട്ട് തുടങ്ങാണ്. അതും സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, മാരിക്ക് വേണ്ടിയിട്ട്. മാരി അങ്ങനെ വലിയൊരു തലവനാകുന്നുണ്ട്. പക്ഷെ ഈ വേട്ടക്കാരെയും അവിടെ ജീവിക്കുന്ന ആൾക്കാരെയും എല്ലാം മാരി ഒരു അടിമകളെ പോലെയാണ് കണ്ടിരുന്നത്. പോലീസുകാരെയും പൈസ കൊടുത്ത് മാരി അവന്റെ പക്കലാക്കുന്നുണ്ട്. ആനയുടെ കൊമ്പ് കടത്തുന്ന ആൾക്കാരുടെ പ്രിയപ്പെട്ട ഡീലറായി കഴിഞ്ഞിരുന്നു മാരി. അങ്ങനെ അവന് അവന്റെ ബിസിനസ്സില് വളരെ ഉയരങ്ങളിൽ എത്താണ്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യമാണ് കാണിക്കുന്നത്. മാരിക്ക് വേണ്ടി ആനക്കൊമ്പുമായിട്ട് അലിയും സ്റ്റാൻലി എന്ന് പറഞ്ഞ ആളും കൂടി തേനി വഴി പോകുന്ന വഴിക്ക് പോലീസുകാര് ചേസ് ചെയ്ത് അവരെ പിടിക്കുന്നുണ്ട്. പോലീസ് പിടിക്കുന്നതിന് മുമ്പ് തന്നെ അവരവിടെ നിന്ന് ഓടി രക്ഷപ്പെടാണ്. എന്നാൽ പോലീസിന്റെ പിടിയില് ആനക്കൊമ്പുകൾ പെട്ടുപോകുന്നുണ്ട്. ഈ ഒരു ചേസിങ് മെയിൻ ആയിട്ട് ഡീൽ ചെയ്തിരുന്നത് SI ആയിട്ടുള്ള നെസ്ലൻ ആയിരുന്നു. അവന്റെ ഈ മാരിയോട് എന്തോ ഒരു വ്യക്തിപരമായ വൈരാഗ്യമുണ്ട്. മാരി ഇത് അറിയുന്നുണ്ട്. രക്ഷപ്പെട്ടു വന്ന അലിയെയും സാൻലിയെയും ഭയങ്കര ദേഷ്യത്തോടു കൂടിയാണ് മാരി നോക്കുന്നത്. കാരണം 25 കൊമ്പായിരുന്നു ആ വണ്ടിയിൽ ഉണ്ടായിരുന്നത്. കോടിക്കണക്കിന് രൂപയുടെ സാധനം. അത് നശിപ്പിച്ച് വന്നതുകൊണ്ട് തന്നെ സ്റ്റാൻലിയെ ചാട്ടമാറുകൊണ്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് മാരി അടിക്കുകയാണ്. ഒരാളും അതിനെ എതിർക്കുന്ന പോലും ഇല്ല. അലിയോട് സംസാരിച്ച മാരി അലിയുടെ ബാക്കിലായി നിൽക്കുന്ന അലിയുടെ ഭാര്യയെ നന്നായി നോക്കുന്നുണ്ട്. ശേഷം അവളെ പിടിക്കാനായിട്ട് പോകാണ്. എന്നാൽ ഭാര്യയല്ല, ഭാര്യയുടെ പിന്നിലായി നിൽക്കുന്ന ഒരു ചെറിയ കുട്ടിയെയും പിടിച്ചവന് അകത്തേക്ക് കൊണ്ടുപോയി അവളെ റേപ്പ് ചെയ്യുന്നുണ്ട്. ഒരാളും അതിനെ എതിർക്കാതെ നിൽക്കാണ്. കാരണം അവർക്ക് ഇതെല്ലാം ഒരു ശീലായിരുന്നു. കുട്ടികളെയും മുതിർന്നവരെയും മാരി ഇങ്ങനെ തന്നെയാണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് അവന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. മാരിക്ക് ഈ ഒരു ആനക്കൊമ്പ് കടത്തുന്നതിന് ഒരു സാമ്രാജ്യ ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നു. അവര് ആനക്കൊമ്പുകൾ പോലീസ് പിടിച്ച കാര്യം അറിഞ്ഞിട്ട് വല്ലാത്ത ടെൻഷനിലായിരുന്നു. കൊറിയയിൽ നിന്ന് വരെ അവർക്ക് ഡീലിങ്സ് ഉണ്ടായിരുന്നു. മെയിൻ ആയിട്ട് മാരി ഡീൽ ചെയ്തിരുന്നത് ഗബ്രാൾ എന്ന് പറഞ്ഞ ഒരാളുടെ കൂടെയാണ്. ശ്രീലങ്കയിലുള്ള അയാൾക്കാണ് ഈ ഒരു ആനക്കൊമ്പുകളെല്ലാം അവൻ അയച്ചുകൊണ്ടിരുന്നിരുന്നത്. ഗബ്രാളിന്റെ വിശ്വാസം എങ്ങനെയെങ്കിലും അവനക്ക് പിടിച്ചു പറ്റിയേ പറ്റൂ. കാരണം അവന്റെ ബിസിനസിന്റെ ഏറ്റവും വലിയ നേട്ടം ഈ ഗബ്രാളുകാരനാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഗബ്രാൾ പറഞ്ഞ സമയത്ത് തന്നെ ശ്രീലങ്കയിലേക്ക് ലോഡ് എത്തണമെന്ന് വിചാരിച്ച മാരിയും വർഷങ്ങളായി അവനെ ഒളിപ്പിച്ചു വെച്ചിരുന്ന കുഴിച്ചിട്ട ആനക്കൊമ്പുകളെല്ലാം എടുത്ത് തേനി വഴി വീണ്ടും ശ്രീലങ്കയിലേക്ക് പോകാനായിട്ട് നോക്കാണ്. എന്നാൽ ഇപ്രാവശ്യം വണ്ടിയിലും മാരി ഉണ്ടായിരുന്നു. SI നെസ്ലൻ വണ്ടി നിർത്താനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും മാരി ആയതുകൊണ്ട് അവൻ വണ്ടി നിർത്താതെ പോകാണ്. പോലീസ് ചേസ് ചെയ്ത് പിടിക്കുന്നുണ്ട്. ആ സമയത്താണ് എഡ്ഡി അവിടേക്ക് വരുന്നത്. മാരിയുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു എഡ്ഡി. മാരിയുടെ ഗംഗിൽ തന്നെയാണ് എഡ്ഡി ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോ മാരിയായിട്ട് പിരിഞ്ഞേക്കാണ്. എഡ്ഡിയുടെ അച്ഛൻ പണ്ട് ഈ ഒരു ആനക്കൊല്ലി പിടിച്ചടക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ആനകളുടെ കുത്തേറ്റിട്ടാണ് മരിച്ചത്. അച്ഛന്റെ ആഗ്രഹം എങ്ങനെയെങ്കിലും സാധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ എഡ്ഡി നടക്കുന്നത്. എഡ്ഡിയുടെ അളിയനായിരുന്നു നെസ്ലൻ. റോബർട്ട് എന്ന് പറഞ്ഞ അവന്റെ അനിയനെയും അവൻ കൂടെ കൂട്ടിയിട്ടുണ്ട്. മാരിയായിട്ട് അങ്ങനെ വലിയ ഫൈറ്റ് തന്നെ ഉണ്ടാവാണ്. മാരിയെ എഡ്ഡി പിടിച്ചു വെക്കുന്നുണ്ടെങ്കിലും അവൻ ഫൈറ്റ് ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. പക്ഷെ ആ ഒരു ആനക്കൊമ്പ് മുഴുവൻ എഡ്ഡി പിടിച്ചടക്കാണ്. മിനിസ്റ്റർ എഡ്ഡിക്കായിരുന്നു സപ്പോർട്ട്. അതുകൊണ്ട് തന്നെ എഡ്ഡി ശ്രീലങ്കയിൽ വിളിച്ച് സംസാരിച്ച് ഈ ഒരു ആനക്കൊമ്പുകൾ അവിടെ എത്തിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഈ ഒരു തോൽവി മാരിയെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മാരി ജോർജ് എന്ന് പറഞ്ഞ ഒരാളെ വിളിച്ചിട്ട് വേഗം തന്നെ ആ ഒരു ലോഡ് ശ്രീലങ്കയിൽ എത്തിക്കണം എന്ന് പറയുന്നുണ്ട്. അതിനു പറ്റിയ ഒരാളെ ജോർജ് പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. അതാണ് നമ്മുടെ കഥയിലെ ഹീറോ ആയിട്ടുള്ള ആന്റണി.
ആന്റണി സ്മഗ്ലിംഗ് ഒക്കെ ചെയ്ത് നടക്കുന്ന ഒരാൾ തന്നെയായിരുന്നു. അവൻ വലിയൊരു ഫൈറ്ററാണ്. അവനെ തോൽപ്പിക്കാനായിട്ട് ആർക്കും തന്നെ പറ്റത്തുമില്ല. അങ്ങനെ ആന്റണിയുടെ എൻട്രി എല്ലാം കാണിക്കുന്നുണ്ട്. ഇപ്പൊ എഡിയുടെ കയ്യിലുള്ള സ്റ്റോക്ക് എല്ലാം അവനക്ക് ഗുജറാത്തിലേക്കാണ് എത്തിക്കേണ്ടത്. അതിന് മിനിസ്റ്റർ ഒരു വഴി പറഞ്ഞിട്ടുണ്ട്. ഗുജറാത്തിൽ നിന്ന് തന്നെ ഡ്രൈവർ വരും. ആ വണ്ടിയിൽ കയറ്റി സ്റ്റോക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു റിസ്ക് ഇല്ലാന്നും അഥവാ പിടിക്കുകയാണെങ്കിൽ തന്നെ അവർ പിടിക്കുള്ളൂ എന്നായിരുന്നു മിനിസ്റ്ററിന്റെ വാദം. പക്ഷെ ഗുജറാത്തിൽ നിന്ന് വന്ന ആ ഒരു വണ്ടിയിൽ ഉണ്ടായിരുന്നത് ആന്റണി ആയിരുന്നു. സ്റ്റോക്ക് എല്ലാം എടുത്ത് ആന്റണി പോകുന്നുണ്ട്. പിന്നാലെ എസ്കോർട്ടിനായിട്ട് 2 വണ്ടികൾ ഉണ്ടായിരുന്നു. ആന്റണി പോയി ഒരു പെർട്ടിക്കുലർ ഏരിയ എത്തിയപ്പോ പിന്നിലുണ്ടായിരുന്ന ആന്റണിയുടെ ഇടം കൈയും വലം കൈയും ആയിട്ടുള്ള ആൾക്കാര്, അതിലൊന്ന് നമ്മുടെ ഹനാൻഷ ആണ് കേട്ടോ. അവര് ആന്റണിനെ ചേസ് ചെയ്യുന്ന വണ്ടിയുടെ ഇടയിലായിട്ട് കയറി ഒരു മറ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ലോറി ആയതുകൊണ്ട് തന്നെ നല്ല മറ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു സ്പോട്ട് എത്തിയപ്പോ ആന്റണി തിരിഞ്ഞു പോകുകയും പകരത്തിനായി അതേപോലത്തെ ഒരു വണ്ടി അതിന് ഫ്രണ്ടിലായിട്ട് വന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ആന്റണിയുടെ കൂടെ നിരീക്ഷിക്കാനായി വിട്ട ആളെയും ആന്റണി കൊന്നു കളയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സ്റ്റോക്ക് അവരെ ആരെയും കണ്ണിപ്പെടാതെ മാറ്റിമറിക്കുന്നുണ്ട്. ഇപ്പൊ രണ്ടാമത് പകരത്തിന് കയറിയ വണ്ടിയിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ഒരു സ്പോട്ട് എത്തിയപ്പോ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി രക്ഷപ്പെടാണ്. അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന കൊമ്പുകളെല്ലാം പോയിട്ടുണ്ടെന്ന് എഡിയുടെ ആൾക്കാരെ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സ്റ്റോക്ക് എല്ലാം തിരിച്ചു കിട്ടിയ സന്തോഷത്തിലോ ആഘോഷത്തിലോ ആണ് മാരിയുടെ ആൾക്കാര്. ഇപ്പൊ മാരിയെ കുറിച്ചിട്ടുള്ള കഥകളെല്ലാം അലി ആന്റണിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആന്റണിയെ മാരി ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നത് തന്നെ ആ ഒരു സ്റ്റോക്ക് കിടത്താൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ അവന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരോട് മാരിക്ക് ഇമോഷണലി ഒരു കണക്ഷനും ഉണ്ടായിരുന്നില്ല. ആന്റണിയോട് അലി ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്നും നിങ്ങൾക്ക് എന്ത് സഹായത്തിനും ഞങ്ങളും കൂടെ ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. ആന്റണി ഒന്ന് ചിരിക്കുകയാണ്. മാരിയുടെ കൂടെ ആക്ച്വലി അവൻ ഫസ്റ്റ് വന്ന ടൈമില് 2 പേരുണ്ടായിരുന്നല്ലോ. അവര് ഷെയർ ചോദിച്ചപ്പോ അവരെ കൊന്നുകളയാണ് ചെയ്തത്. അവന്റെ കൂടെ ആർക്കും വിശ്വസിച്ച് നിൽക്കാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ആനയുടെ ശല്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആനക്കൊള്ളിയിലുള്ള കുറച്ച് ആൾക്കാരാണല്ലോ മാരിയോട് വന്ന് പറഞ്ഞത്. അവരെ തൂക്കിക്കൊന്ന് കത്തിച്ച് കളയാണ് അവൻ ചെയ്തത്. അങ്ങനെ ഒരുപാട് അക്രമങ്ങൾ ചെയ്തിട്ടാണ് ആ ഒരു ആനക്കൊല്ലി മാരി പിടിച്ചടക്കിയിരിക്കുന്നത്. സ്റ്റോക്ക് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് എഡി വലിയ ദേഷ്യത്തിലായിരുന്നു. ഇത്രയും സേഫ് ആയിട്ട് ആ ഒരു സ്റ്റോക്ക് എല്ലാം തന്റെ അടുത്ത് തന്നെ എത്തിച്ചതുകൊണ്ട് മാരിക്ക് ആന്റണിയോട് ഒരു സ്പെഷ്യൽ ഇഷ്ടം തോന്നുന്നുണ്ട്. അവര് തമ്മിൽ അങ്ങനെ ഒരു ഡീല് സംസാരിക്കുകയാണ്. വേഗം തന്നെ ആ ഒരു സ്റ്റോക്ക് ശ്രീലങ്കയിലേക്ക് എത്തിക്കണമെന്നും മാരി ആന്റണിയോട് പറയുന്നുണ്ട്. മാരിയുടെ ആൾക്കാരെ കുട്ടികളെ പോലും ഒരു ദയയില്ലാതെയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട് ആ ഒരു കുട്ടിയെ സ്റ്റാൻലി വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. ആന്റണിക്ക് ഇതെല്ലാം എങ്ങനെ മാറ്റിയെടുക്കണമെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആന്റണിയും സ്റ്റാൻലിയും അലിയും കൂടി അന്ന് രാത്രി സ്റ്റോക്കും കൊണ്ട് ശ്രീലങ്കയിലേക്ക് തേനി വഴി കിടക്കാൻ നോക്കുന്നുണ്ട്. പോലീസുകാർ മുന്നിൽ വന്ന് ചാടുന്നുണ്ട്. ആ സമയത്ത് സ്റ്റാൻലി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ആന്റണി അവനെ പിടിച്ചു വെച്ച് ഇങ്ങനെ ഓടാൻ നിന്നാ അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ എന്നും എനിക്കറിയാത്ത സ്ഥലമല്ലേ ഇത്, നിങ്ങൾ എന്റെ കൂടെ തന്നെ നിൽക്കണമെന്നും പറഞ്ഞ് അവിടെ പിടിച്ചിരുത്താണ് ചെയ്തത്. സ്റ്റാൻലി വിചാരിക്കുന്നത് ഈ സ്റ്റോക്ക് എങ്ങാനും അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവന്റെ ഭാവി ഇല്ലാതായെന്നുള്ളതാണ്. പോലീസുകാര് അങ്ങനെ സ്റ്റോക്ക് എല്ലാം നോക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഉള്ളില് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. സ്റ്റാൻലിയും അലിയും ഇപ്പോഴാണ് ആ ഒരു സ്റ്റോക്ക് അതിൽ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. എഡി അയക്കാൻ വെച്ചിരുന്ന സ്റ്റോക്കും ഇനി ശ്രീലങ്കയിൽ എത്തില്ല. കാരണം ആന്റണി അത് കത്തിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു അവന്റെ ആൾക്കാരുടെ ഹെൽപ്പോട് കൂടി. 5 ദിവസത്തിനുള്ളിൽ സ്റ്റോക്ക് എല്ലാം ശ്രീലങ്കയിൽ എത്തിക്കുമെന്ന് മാരിക്ക് ആന്റണി വാക്ക് കൊടുക്കുന്നുണ്ട്. എഡിയുടെ ബ്രദർ ആയിരുന്നല്ലോ റോബർട്ട്. അവൻക്കിപ്പോ ഭയങ്കര ദേഷ്യം തോന്നുന്നുണ്ട് ആന്റണിയോട്. ആന്റണിയെ കൊല്ലാനായി റോബർട്ട് പോകുന്നുണ്ടെങ്കിലും ചേട്ടനാണ് അവനെ തടഞ്ഞു നിർത്തുന്നത്. സമയമാവുമ്പോ നമുക്ക് അടിക്കാമെന്നും പറഞ്ഞിട്ട്. അലിക്ക് ഒരു ചെറിയ മകളാണുള്ളത്. ആ മകൾക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു. ആന്റണി ആ കുട്ടിയായിട്ട് നല്ല കമ്പനി ആവുന്നുണ്ട്. നടക്കാൻ പറ്റാത്ത അവളെ തന്റെ കാലിൽ നിർത്തിപ്പിച്ച് അവൻ നടത്തിക്കുന്നല്ല ഉണ്ട്. ആന്റണിയോട് അലിക്കും ആ ഒരു കൊച്ചിനും ആ ഫാമിലിക്കൊക്കെ വലിയൊരു കണക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റോക്ക് എങ്ങനെയെങ്കിലും കിടത്താനായി മാരി ഒരു ഐഡിയ ഇടാണ്. രാമേശ്വരത്തേക്കാണ് ആ ഒരു സ്റ്റോക്ക് ഇനി എത്തിക്കേണ്ടത്. രാമേശ്വരത്ത് നിന്ന് വന്ന വണ്ടി ആക്സിഡന്റ് ആക്കി അതിൽ മരിക്കുന്ന ആൾക്കാരുടെ ബോഡിയിലുള്ളിലായിട്ട് ഈ ഒരു ആനക്കൊമ്പ് കയറ്റി കൊണ്ടുപോകാമെന്ന് മാരി ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആന്റണി അത് ഓക്കെ പറയാണ്. മാരി പറഞ്ഞ പോലെ തന്നെ അന്ന് ആക്സിഡന്റ് സംഭവിക്കുന്നുണ്ട്. ആ ബോഡികളെല്ലാം ശ്രീലങ്കയിലേക്ക് എത്തിക്കണം. ആനക്കൊമ്പുകളുമായി മോർച്ചറിയിലേക്ക് ആന്റണി എത്തുന്നുണ്ട്. കൊമ്പുകളെല്ലാം ബോഡിയിൽ 2 എണ്ണം വീതം വെക്കാനായി ആന്റണി ഡോക്ടറോട് പറയാണ്. അങ്ങനെ അത് വെച്ചതിന് ശേഷം ആന്റണി ആ ഒരു ബോഡിയും കൊണ്ട് പോകുന്ന വഴിക്ക് വീണ്ടും റെയ്ഡ് ഉണ്ടാവുന്നുണ്ട്. ഈ ടൈം ആന്റണി വല്ലാതെ ഷോക്ക് ആവാണ്. കൂട്ടത്തിലുള്ള എല്ലാവരും 10-16 പേരോളം മരിച്ചിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് ആംബുലൻസും ഉണ്ട്. ആ ആംബുലൻസ് ഡ്രൈവർമാരെല്ലാവരും പെട്ടു എന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ന്യൂസ് എല്ലാം വന്നു തുടങ്ങി ബോഡിയുടെ ഉള്ളിൽ ആനക്കൊമ്പാണെന്നും പറഞ്ഞിട്ട്. ഇത് എഡി കണ്ട് ചിരിക്കുന്നുണ്ട്. മാരിക്ക് വലിയ ടെൻഷൻ ആവാണ്. ബോഡി വെച്ചിരിക്കുന്ന ഫ്രീസറിന്റെ ഉള്ളിൽ ആനക്കൊമ്പ് കിട്ടാത്തോണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് ബോഡി ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. വീണ്ടും
പോസ്റ്റ്മോർട്ടം ചെയ്യാനായി. അങ്ങനെ ആ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് മാരി അവന്റെ ആളുകളെ വിളിച്ച് ഈ ഡ്രൈവർമാരെ എല്ലാം കൊല്ലാനായിട്ട് പറയാണ്. ഡ്രൈവറായിട്ട് ആന്റണിയുടെ വലങ്കായി ആയിട്ടുള്ള ആ ഒരു രണ്ടുപേരും, ആന്റണിയും അലിയും സ്റ്റാൻലിയും, അങ്ങനെ കുറച്ച് ആൾക്കാരാണ് ഉള്ളത്. അവരെ എല്ലാവരെയും കൊല്ലാനാണ് മാരി പറഞ്ഞിരിക്കുന്നത്, ആന്റണി ഉൾപ്പെടെ. മാരിയുടെ ആൾക്കാർ അങ്ങനെ കൊല്ലാനായി അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഡോക്ടർ മീഡിയയുടെ മുന്നിൽ വന്ന് നിന്ന് പോലീസ് ഇൻസ്പെക്ടർ പറഞ്ഞ പോലെ ആ ബോഡിക്കുള്ളിൽ നിന്ന് ആനക്കൊമ്പുകളൊന്നും കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ മാരിയുടെ ആൾക്കാര് അവിടെ നിന്ന് പോകാണ്. ഇത് കേട്ട സ്റ്റാൻലിക്കും അലിക്കും ഒക്കെ സന്തോഷാവുന്നുണ്ട്. അവരും വിചാരിച്ചിരുന്നത് ആ ബോഡിയുടെ ഉള്ളിൽ തന്നെയാണ് കൊമ്പുള്ളത് എന്നായിരുന്നു. ഇത് ആന്റണിയുടെ ഐഡിയ ആണ്. അവൻ ഡോക്ടറോട് കൊമ്പ് നിറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ബോഡിയുടെ ഉള്ളിൽ. പക്ഷെ അത് ഇന്നല്ല നാളെയാണെന്നാണ് അവൻ പറയുന്നത്. ഇന്ന് എന്തായാലും റെയ്ഡ് ഉണ്ടാവും എന്ന് അവനക്ക് എന്തോ തോന്നിയതുപോലെ മരിച്ച ബോഡിയെ പോലും വെറുതെ വിട്ടില്ല എന്ന് പറഞ്ഞ് SI നെസ്ലനെതിരെ ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാമേശ്വരത്തേക്ക് എത്തിക്കാൻ പോകുന്ന ആ ഒരു ബോഡി സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാറന്റ് നെസ്ലന് കിട്ടുന്നില്ല. അവന്റെ കൺമുന്നിൽ വെച്ച് തന്നെ ആ ഒരു ബോഡിയുടെ ഫ്രീസറിന്റെ ഉള്ളിലായ ആനക്കൊമ്പ് ആന്റണി കടത്തുന്നുണ്ട്. നെസ്ലൻ ഒന്നും തന്നെ ചെയ്യാനും പറ്റുന്നില്ല. ആ ഡീലിങ്സ് എല്ലാം കഴിഞ്ഞ് ആന്റണിയും അലിയും സ്റ്റാൻലിയും തിരിച്ചു വരാണ്. അവര് വേറെ റൂട്ട് വഴിയായിരുന്നു വന്നിരുന്നത്. പക്ഷെ പെട്ടെന്ന് അവിടേക്ക് റോബോട്ട് വന്നിട്ട് അവരെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവരോട് ഫൈറ്റ് ചെയ്ത് ആന്റണിയും എല്ലാവരെയും രക്ഷപ്പെടുത്താണ്. ആന്റണി എഡ്ഡിയുടെ അനിയനായിട്ടുള്ള റോബർട്ടിനെ അവിടെ കൊന്നു കളയുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ബോഡി എഡ്ഡിക്ക് അയച്ചു കൊടുക്കാണ്. ഇപ്പൊ എഡ്ഡി ആ ഒരു ദേഷ്യത്തിലായിരുന്നു. നെസ്ലന് ട്രാൻസ്ഫർ വിത്ത് സസ്പെൻഷനും കിട്ടിയിട്ടുണ്ടായിരുന്നു. തന്റെ അനിയന്റെ ബോഡി അടക്കുന്നതിന് മുമ്പ് തന്നെ അനിയനെ കൊന്ന ആൾക്കാരെ അടക്കുമെന്ന് എഡ്ഡി ശപഥം എടുക്കാണ്. ബോഡി അങ്ങനെ ഫ്രീസറിൽ വെക്കുന്നുണ്ട്. ആന്റണിക്ക് ഇപ്പൊ ഒരു സംശയം തോന്നുന്നുണ്ട്. കാരണം ഇവൻ എന്ത് ചെയ്താലും അത് എങ്ങനെയെങ്കിലും എഡ്ഡി അറിയുന്നുണ്ട്. അപ്പൊ ഒറ്റിക്കൊടുക്കുന്നത് പുറത്തുള്ളവരല്ല, ഉള്ളിൽ തന്നെയുള്ള ാണെന്ന് അവനക്ക് മനസ്സിലാവാണ്. കാരണം റൂട്ട് മാറ്റി പോയത് വേറെ ആർക്കും തന്നെ അറിയില്ലായിരുന്നു. പിന്നെ എങ്ങനെ അവരവിടെ എത്തി? യൂറിൻ പാസ് ചെയ്യാൻ പോയ സ്റ്റാൻലി അവന്റെ ശബ്ദം ഒരു ഫോൺ റെക്കോർഡ് വഴി കേൾക്കുന്നുണ്ട്. അതിലവൻ പറയുന്നുണ്ട്, ഞാൻ അപ്പാപ്പ എല്ലാം അപ്ഡേറ്റ് ചെയ്യാം, എന്റെ ലൈവ് ലൊക്കേഷൻ ഓൺ ആക്കി ഇടാന്ന്. ആക്ച്വലി സ്റ്റാൻലി ആണ് എഡ്ഡിക്ക് ഇതെല്ലാം ഒറ്റി കൊടുത്തോണ്ടിരുന്നിരുന്നത്. സ്റ്റാൻലി ആന്റണിയോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. എന്നാൽ കൂടെ നിന്ന് ചതിക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ കൂടെപ്പിറപ്പ് പോലെ കണ്ടിട്ട് ചതിക്കുന്നത് തെറ്റാണെന്നും പറഞ്ഞ് ആന്റണി സ്റ്റാൻലിയെ കൊന്നുകളയാണ്. എന്നിട്ട് ആ ഒരു ബോഡി മാരിയുടെ മുന്നിൽ കൊണ്ടുപോയി വെച്ചു കൊടുക്കുന്നുണ്ട്. മാരിയുടെ കൂട്ടത്തിലും ഇതുപോലെ ഒറ്റിക്കൊടുക്കുന്ന ഒരാളുണ്ടായിരുന്നു. അയാളെയും മാരി കൊന്നു കളയാണ്. അന്ന് ആ ഒരു കാട്ടിൽ വെച്ചിട്ട് ഈ ഒരു സന്തോഷത്തിൽ മാരി ഒരു പാർട്ടി നടത്താണ്. അതിനിടയിൽ മാരിയുടെ ആൾക്കാർ അവിടുത്തെ പെൺകൊച്ചുങ്ങളോട് മോശമായിട്ട് പെരുമാറാനായിട്ട് ശ്രമിക്കുകയാണ്. അലി ചെന്ന് അവരെ പിടിച്ചു മാറ്റുമ്പോൾ അലിയെ അവരെ അടിക്കുന്നുണ്ട്. ഇത് കണ്ടു നിന്ന ആന്റണിയും അവരെ തല്ലാണ്. മാരി എന്ന ആന്റണിക്ക് സപ്പോർട്ടായിരുന്നു. അവൻ എന്റെ അനിയനാണെന്നും അവന്റെ മേത്ത് ഇനി ഒരാളും തൊട്ടു പോകരുതെന്നാണ് മാരി പറയുന്നത്. പിറ്റേ ദിവസം അയ്യങ്കൊല്ലിയിലുള്ള കുറച്ച് ആൾക്കാര് അലിയും അവന്റെ ഫാമിലി ഉൾപ്പെടെ സിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ്. അവന്റെ മോൾക്ക് ഒരു വീൽ ചെയർ വാങ്ങാനായിട്ട്. അങ്ങനെ ആ ഒരു വീൽ ചെയർ വാങ്ങി അവർ സന്തോഷത്തോടുകൂടി പോകുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ലോറി വന്ന് അലിയെ ഇടിക്കാനായിട്ട് പോകുന്നത്. അലി അങ്ങനെ മാറി രക്ഷപ്പെടുന്നുണ്ട്. പക്ഷെ ആ ഒരു ചെറിയ കുട്ടി ഉൾപ്പെടെ 6 പേരെ എങ്ങാണ്ട് ആ ഒരു വണ്ടി ഇടിച്ചിട്ട് പോകുന്നുണ്ട്. അത് എഡ്ഡി അയച്ച ആൾക്കാരായിരുന്നു അലിയെ കൊല്ലാൻ വേണ്ടിട്ട്. എന്നാൽ അലിക്കൊന്നും പറ്റിയില്ല. കൂട്ടത്തിലുള്ള ആൾക്കാർക്കാണ് പരിക്ക് പറ്റിയത്. വേഗം തന്നെ അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒരു സർജറി വേണമെന്നും എന്നാലും ജീവിക്കാനുള്ള ചാൻസ് 50-50 ആണെന്നുമാണ് ഡോക്ടർ പറയുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്നും പറയുന്നുണ്ട്. എന്നാൽ അവിടെ വന്ന ആന്റണി എത്ര ലക്ഷം രൂപയായാലും ഞാൻ അത് തന്നോളാം, ഇപ്പൊ പകുതി പൈസ കെട്ടാം, ഓപ്പറേഷൻ നടക്കട്ടെ എന്നാണ് പറയുന്നത്. പൈസ എങ്ങനെ ഉണ്ടാക്കുമെന്ന് അലി ചോദിക്കുമ്പോൾ പൈസ ഉള്ള ആളോട് ചോദിക്കാമെന്നും പറഞ്ഞ് അവര് നേരെ മാരിയുടെ അടുത്തേക്കാണ് പോകുന്നത്. മാരി ഈ സമയം 15 കോടിയുടെ ഡീല് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അലി ചെന്ന് 20 ലക്ഷം രൂപ അവരുടെ ഓപ്പറേഷന് വേണ്ടി ചോദിക്കുന്നുണ്ട്. എന്നാൽ മാരി ഇത്ര പൈസ ഒന്നും തരാൻ പറ്റില്ല, മാസം മാസം നിങ്ങൾക്ക് ശമ്പളവും ഭക്ഷണവും സ്ഥലവും ഒക്കെ തന്നില്ലേ, അത് തന്നെ ധാരാളാണ്, വേണമെങ്കിൽ ഒരു 50,000 രൂപ തരാന്നും പറഞ്ഞ് ഒരു 50,000 രൂപ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പൈസ അലിക്ക് വേണ്ട എന്ന് പറഞ്ഞവൻ വലിച്ചെറിയുമ്പോ കൂടെ ഉള്ള ആൾക്കാർ അലിയെ തല്ലാനായിട്ട് പോകുന്നുണ്ട്. ആന്റണി കയറി അവരെ തല്ലുന്നുണ്ട്. നമുക്ക് ഡീല് സംസാരിക്കാം, എനിക്ക് തരാനുള്ള പൈസ എനിക്ക് തന്നേക്കുന്ന ആന്റണി പറയുമ്പോ നിനക്ക് എന്ത് ഞാൻ തരാനാണെന്നും നീ വേഗം ഇവിടെ നിന്ന് പോകണമെന്നും അവനെ മാരി ശാസിച്ച് അവിടെ നിന്ന് പറഞ്ഞയക്കാണ്. ഇതുകൊണ്ട് തന്നെ ആന്റണി അലിയോട് അവരുടെ ജീവൻ രക്ഷിക്കാനായി നമുക്കിത് സ്വന്തം ചെയ്തേ പറ്റൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അനാൻ ഷായും അലിയും ആന്റണിയും കൂടി കാട്ടിലേക്ക് പോയി ആനയെ വേട്ടയാടി കൊന്ന് കൊമ്പെടുക്കുന്നുണ്ട്. ആ കൊമ്പ് ഇപ്പൊ അവനക്ക് ശ്രീലങ്കയിലേക്ക് എത്തിക്കണം. അലിക്ക് പരിചയമുള്ള ആളുടെ കൂടെയാണ് ശ്രീലങ്കയിലേക്ക് ആന്റണി പോകാനായിട്ട് ഒരുങ്ങുന്നത്. പക്ഷെ ആ ഒരാള് അവരെ ഒറ്റിക്കൊടുക്കാണ് മാരിക്ക്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വലിയ ഫൈറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ്
ആന്റണി ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത്. അവിടെയും കുറച്ച് ആൾക്കാർ ആന്റണി പിടിക്കാനായിട്ട് വരുന്നുണ്ടെങ്കിലും അവന്റെ ഗ്യാങ്ങിൽപ്പെട്ട ഒരു പെണ്ണുണ്ടായിരുന്നു അവിടെ. അവള് ഇതിന്റെ ഡീലർ ആയിട്ടുള്ള മെന്റീസിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാണ്. എന്നാൽ മെന്റീസിന്റെ ആൾക്കാർക്ക് ഇവൻ ഫേക്ക് ആയിട്ടുള്ള ആനക്കൊമ്പ് കൊണ്ടുവരുന്നതാണോ എന്ന് സംശയം തോന്നി അത് പരിശോധിക്കുമ്പോൾ അത് എ ക്ലാസ് ആനക്കൊമ്പുകളാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും ഒരുപാട് ആനക്കൊമ്പുകൾ എത്തിക്കാനായി മെന്റീസ് ആന്റണിയോട് പറയുന്നുണ്ട്. അവനും അത് ഏറ്റെടുക്കാണ്. പക്ഷെ ഇത് മനസ്സിലാക്കിയ മാരിയാന്ന് വെച്ചാൽ ഇവൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പൈസ ഉണ്ടാക്കാനായിട്ട് പോയത്? ആ ആക്സിഡന്റ് പറ്റിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ലേ? അവരെല്ലാവരെയും കൊന്നുകളയാണ്. മാത്രല്ല അലിയുടെ ആ ഒരു ചെറിയ കുട്ടിയെ എടുത്തുകൊണ്ട് പോകുമ്പോ അലിയുടെ ഭാര്യ അത് തടയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവളെയും കൊന്നുകളയുന്നുണ്ട്. ശേഷം ആ ഒരു കുട്ടിയെ എടുത്തെറിഞ്ഞ് ഒരു മനസാക്ഷിയും ഇല്ലാതെയാണ് മാരി കൊന്നു കളഞ്ഞത്. ഇതെല്ലാം കൊണ്ടും തന്നെ എല്ലാവരും വലിയ വിഷമത്തിലായിരുന്നു. ഇപ്പൊ മൊത്തം 7 ശവങ്ങളാണ് വീണിരിക്കുന്നത്. ആന്റണി അവിടേക്ക് എത്തുന്നുണ്ട്. ആ കുട്ടിയുടെ മുഖം കണ്ട അവനക്ക് സഹിച്ചു നിൽക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ആന്റണി 2 ആനക്കൊമ്പ് വിറ്റ് കൊണ്ടുവന്ന പൈസ അവരുടെ മുന്നിലായിട്ട് കൊട്ടിയിട്ട് 2 ആനക്കൊമ്പ് കൊണ്ടാണ് ഞാൻ ഇത്രയും പൈസ ഉണ്ടാക്കിയത്. നിങ്ങളെ വെച്ച് മാരി എത്രയും പൈസ ഉണ്ടാക്കുന്നുണ്ടാവും, നിങ്ങൾക്കിത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചെയ്തൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ആൾക്കാർക്കൊന്നും ഒട്ടും തന്നെ ധൈര്യം ഉണ്ടായിരുന്നില്ല. ആന്റണി അപ്പോ ആനയെ മലർത്തി അടിക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് മാരിയെ എതിർക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ച് അവിടെ നിന്ന് പോകാൻ നേരത്താണ് അവിടെയുള്ള പെൺകുട്ടികള് ധൈര്യത്തോടെ മുന്നോട്ട് വരുന്നത്. അവരാണല്ലോ മാരിയെ കൊണ്ട് അത്രയും അനുഭവിച്ചിട്ടുള്ളത്. അങ്ങനെ എല്ലാവരും മാരിയെ എതിർക്കാമെന്ന് തീരുമാനിക്കുകയാണ്. ആ സമയത്ത് മാരിയുടെ ആൾക്കാർ അവിടേക്ക് വരുന്നുണ്ട്. അവരോട് എല്ലാവരും ഇവര് കൂടി നിന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മാരി സൂക്ഷിച്ചു വെച്ചിരുന്ന ആ ഒരു ആനക്കൊമ്പ് വെള്ള സ്വർണ്ണം എടുക്കാനായിട്ട് ആ ഗോഡൌണിലേക്ക് അലി ആന്റണിയെയും കൂട്ടിക്കൊണ്ടു പോകാണ്. ഒരുപാട് ആനക്കൊമ്പുകൾ അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം അവരെടുക്കാമെന്ന് കരുതുന്നുണ്ട്. ആന്റണിയെ തകർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ എഡ്ഡിയും മാരിയും ഒന്നാകുന്നുണ്ട്. അവര് രണ്ടുപേരും കൂടി ആന്റണിയെ തകർക്കാൻ വേണ്ടി അയ്യങ്കൊല്ലിയിലെത്തി ഫൈറ്റ് ചെയ്യാണ്. ഈ ഫൈറ്റിനിടയിൽ SI അവൻ കൊന്നു കളയുന്നുണ്ട്. ആന്റണിയും എഡ്ഡിയും മാരിയും ഒരു റൂമിനുള്ളിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് പുറത്തുള്ള ആ നിഷ്കളങ്കരായ ആൾക്കാര് ആന്റണി വിജയിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചാല് എഡ്ഡിയും മാരിയും കൂടി ആന്റണിയെ വലിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നത് കണ്ട് അവരാകെ ഷോക്ക് ആവുന്നുണ്ട്. അവനെ കെട്ടി തൂക്കാനായിട്ട് പോകുന്ന സമയത്ത് എഡ്ഡിയെ ആരോ ഷൂട്ട് ചെയ്യാണ്. സംഭവം ആ ഒരു പെണ്ണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ആ ഒരു ആനക്കൊമ്പ് കിട്ടിയപ്പോ തന്നെ അത് മെന്റീസിനെ ഏൽപ്പിക്കാൻ വേണ്ടി അവളെ വിളിച്ചു വരുത്തിയതായിരുന്നു ആന്റണി. അങ്ങനെ ആന്റണിയും എണീറ്റ് അവർക്ക് നേരെ ഫൈറ്റ് ചെയ്ത് കെട്ടിത്തൂക്കി മാരിയെ കത്തിച്ചു കളയുന്നുണ്ട്. അരി തന്റെ ഭാര്യക്കും മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടിയാണ് കത്തിച്ചു കളയുന്നത്. അങ്ങനെ മാരിയുടെ ആ ഒരു സാമ്രാജ്യം ആന്റണിയുടെ കയ്യിൽ എത്തുന്നുണ്ട്. അവൻ അവിടുത്തെ രാജാവാണ്. ആക്ച്വലി ആന്റണി അവിടേക്ക് വന്നത് ഇതിന് തന്നെയായിരുന്നു. ഈ പാവങ്ങളെ സഹായിച്ച് നല്ല രീതിയിൽ ആനക്കൊല്ലി കൊണ്ടുപോകാനായിട്ട് അത് അവൻ സാധിപ്പിച്ചു. മാരിയുടെ ആൾക്കാരായിരുന്ന എല്ലാവരെയും ആന്റണി കൊന്നു കളയുന്നുണ്ട്. ഇപ്പോ ഇതിന്റെ ഒക്കെ മെയിൻ ഡീലർ ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നല്ലോ, കെബ്രാള്. അവൻക്കാണ് മാരി ആനക്കൊമ്പുകൾ കൊടുത്തിരുന്നത്. അവന്റെ സ്റ്റോക്ക് എത്താണ്ടായപ്പോ അവന് വലിയ ദേഷ്യത്തിലാണ്. അവൻ അണ്ടർവേൾഡ് ക്രിമിനൽ ആയിരുന്നു. എന്റെ സാമ്രാജ്യം നശിപ്പിക്കാൻ നോക്കിയാൽ ഒരാളെ ഞാൻ വെറുതെ വിടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് ആ ഒരു സിനിമ ഇവിടെ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊന്ന് കമന്റ് ചെയ്തേക്കണേ. നെക്സ്റ്റ് വീഡിയോ വരുന്നവർക്കും ബൈ. താങ്ക് യു.